നമസ്കാരം സുഹൃത്തുക്കളെ. മുനമ്പം വിഷയത്തിൽ പരിഹാരം യുഡിഎഫിനുണ്ട്. യുഡിഎഫ് സർക്കാർ വന്നാൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു, 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുനമ്പത്തെ വിഷയം ഞങ്ങൾ പരിഹരിക്കും. 10 മിനിറ്റ്. ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. മുനമ്പം വിഷയം കത്തി നിന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ആ ജനതയ്ക്ക് കൊടുത്ത ഉറപ്പാണ്. അതും അവരൊക്കെ വിശ്വസിക്കുന്ന അവരുടെ ദേവാലയത്തിൻ്റെ പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് വെറും 10 മിനിറ്റ് മതി, വെറും 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്നാണ് അയാൾ ഒന്നിലധികം തവണ പല വേദിയിൽ അത് അയാൾ ആവർത്തിച്ച് പറഞ്ഞത്. അതൊരു പക്ഷേ ഒരു അതിശയോക്തിപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരിക്കാം. സാധാരണ പല രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നതാണ്. 10 മണിക്കൂർ എടുത്തോളൂ, 10 ദിവസം എടുത്തോളൂ, എങ്കിലും പരിഹാരം കണ്ടാൽ മതി എന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ അവർ ഇയാൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത്. ഇതാ എതിരാളികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, സതീശ താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 10 മിനിറ്റും കഴിഞ്ഞു, 10 മണിക്കൂറും കഴിഞ്ഞു, 10 ദിവസവും കഴിഞ്ഞു, എന്തേ പരിഹാരമായില്ലേ? അയാൾക്ക് പരിഹരിക്കാൻ പറ്റില്ല, അത് 100% ഉറപ്പാണ്. അത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ അതിന് പിന്നാലെ കോടതിയെല്ലാം കയറി ഇറങ്ങി സമയമെടുത്ത് മാത്രമേ അത് പരിഹരിക്കൂ. അല്ലാതെ പരിഹരിക്കാനൊക്കെ പറ്റുമായിരുന്നു. ആ ജനത അത്രയും കാലം അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി പൊരുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വേണ്ട രീതിയിൽ നന്ദി കാണിച്ചിരുന്നു എങ്കിൽ അവരെന്താണ് ചെയ്തത്? ടോണി ചിമ്മിണി എന്ന് പറഞ്ഞൊരു UDF-കാരൻ, കോൺഗ്രസ്സുകാരനാണ്, അവർ കൂടിയുള്ള മണ്ഡലത്തിൽ MLA ആയിരിക്കുന്നത്. അയാളോട് പോയി പറയട്ടെ, ശരിയാക്കി തരുമെന്ന് നോക്കാമല്ലോ. വി ഡി സതീശന് പറ്റില്ല, പിന്നല്ലേ? വി ഡി സതീശനും കൂട്ടരുമൊക്കെ ഒരു ഫോർമുല കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ തന്നെ കുറേയേറെ സ്ഥലങ്ങൾ കാസർഗോഡോ മറ്റോ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഈ മുനമ്പത്തുള്ള നിവാസികളെ അവിടുന്ന് കുടിയൊഴിപ്പിച്ചിട്ട് അവർക്ക് ആ സ്ഥലം കൊടുക്കുന്നു, ഇത് വഖഫ് ബോർഡിന് കൈമാറുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ അവർ കണ്ടുവച്ചിരിക്കുന്ന ഫോർമുല. പക്ഷേ അത് നടക്കാൻ പോണില്ല. ഒന്നാമത് മുനമ്പത്തെ താമസക്കാർ അതിന് സമ്മതിക്കില്ല. മാത്രമല്ല, നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്കാർ, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ദേശീയ മുന്നണി വരുമ്പോൾ ഒരു മുന്നണിയിലായിരുന്നല്ലോ, അവർ രണ്ടും കൂടി ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തത്വത്തിൽ ഇത് അംഗീകരിച്ചങ്ങ് നടപ്പാക്കാൻ വേണ്ടിയായിരുന്നായിരിക്കാം അവർ ഒരുപക്ഷെ നേരത്തെ പ്ലാൻ ഇട്ടിരുന്നത്. ഇനി അത് നടക്കില്ല. കാരണം 3 BJP MLA-മാർ കൂടെ അവിടെ വന്നിരിക്കുന്നു. അതിനാൽ ഉറപ്പായിട്ടും അവർ നിയമസഭയിൽ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ കൂട്ടത്തിൽ മുനമ്പം നിവാസികൾ നിൽക്കും. പക്ഷേ അതിനപ്പുറമായിട്ട് BJP-യുടെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള അണികളോ ഒന്നും ഇനി ഈ മുനമ്പംകാരുടെ കൂടെ പരസ്യമായിട്ട് നിൽക്കുമെന്ന് തോന്നില്ല. മുമ്പ് നമുക്കറിയാവുന്ന പോലെ തന്നെ PC ജോർജ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും അനൂപ് ആന്റണി ആണെങ്കിലും ജോർജ് കുര്യനാണെങ്കിലും എന്തിന് രാജീവ് ചന്ദ്രശേഖർ വരെ അവരുടെ ഒപ്പമായിരുന്നു. അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അപ്പോഴും ഒരു ബുദ്ധി കേന്ദ്ര സർക്കാർ കാണിച്ചു. മേലിൽ, അതായത് ഇനി അങ്ങോട്ട് മറ്റാരുടെയും ഒരു വസ്തു പോലും കയ്യേറാൻ പറ്റാത്ത തരത്തിൽ വഖഫ് ബോർഡിൻ്റെ പല്ലും നഖവും അവർ പിഴുതിട്ടുണ്ട് ആ നിയമത്തിൻ്റെ. ഇനി അവർക്ക് പറ്റില്ല. പക്ഷേ അതൊരു മുൻകാല പ്രാബല്യത്തോടു കൂടി വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അതോടുകൂടി മുനമ്പത്തെ പ്രശ്നം അങ്ങ് സോൾവ് ആകുമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്താലും ഈ ജനത അതിനുള്ള നന്ദി ഞങ്ങളോട് കാണിക്കുമോ എന്നൊരു ചെറിയ സംശയം അവിടെ ഉണ്ടായിരുന്നു. ആ സംശയം 100% സത്യമായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. ഞാൻ 4 പേരുടെ പേര് മാത്രം പറയാം. 4 അല്ല, അതിൽ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിന്നിരുന്നു. പക്ഷേ പോട്ടെ, 4 പേരുടെ കാര്യം, 4 മിടുക്കരായിട്ടുള്ള 4. അതിലൊരാൾ പതിറ്റാണ്ടുകളോളം MLA ആയിട്ട് പരിചയമുള്ള ഒരാളാണ്, PC ജോർജ്, അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ്, അനൂപ് ആന്റണി, പിന്നെ ഇപ്പോഴും കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ. ഈ 4 പേരിൽ ഒരേ ഒരാളെ അവർ ജയിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. പോട്ടെ, സഹായിച്ചില്ലെങ്കിൽ സാരമില്ലായിരുന്നു, ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. പകരം സഹായിച്ചുമില്ല, ഉപദ്രവിക്കുകയും ചെയ്തു. ദീപിക പത്രം അടക്കമുള്ളവർ, അവരുടെ സഭാ മേലധ്യക്ഷന്മാരടക്കമുള്ളവർ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞു ഫോണിലൂടെ PC ജോർജിൻ്റെ മകന് വോട്ട് ചെയ്യരുത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് കന്യാസ്ത്രീമാർ തന്നെയാണ് PC ജോർജിനോടും മകനോടും നേരിട്ട് പറഞ്ഞത്, ഞങ്ങളോട് ഇങ്ങനെ അവിടുന്ന് ഉത്തരവുണ്ടെന്ന തരത്തിൽ. അപ്പോൾ അത് ഉപകാരമല്ല, ഉപദ്രവമാണ്, ദ്രോഹമാണ്. അങ്ങനെ ഒരു ചെയ്ത ഒരു കൂട്ടർ ഇനി അവർ സഹായിക്കുമെന്ന് തോന്നണോ? ഇപ്പോൾ ദീപിക പത്രം കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കരയട്ടെ. ഇവരെന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും വിഡ്ഢികളാണോ ഈ സഭാ മേലധ്യക്ഷന്മാർ, ഈ നൈറ്റിധാരികൾ? ഇവരെ, അതായത് UDF-നെ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ നിയമം ഇവർ പോയി അങ്ങ് മാറ്റുമെന്നും ഈ മുനമ്പത്തെ വിഷയം ഇവർ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കാനും മാത്രം പൊട്ടന്മാരായിപ്പോയ ഇവർ. ഇങ്ങനെ തന്നെയാണ് ചോദിക്കാനുള്ളത്. അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന കൂട്ടർക്ക് മാത്രമേ അത് പറ്റൂ എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത കിഴങ്ങന്മാരായിപ്പോയവർ. അവർക്ക് അവരുടെ മുന്നിലേക്ക് വന്ന ലാസ്റ്റ് ബസ്സായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 4 മികച്ച സ്ഥാനാർത്ഥികൾ. അതിൽ ഒരാളെങ്കിലും ജയിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു അവർക്ക്. അവർ വിചാരിച്ചിരുന്നെങ്കിൽ പറ്റുകയും ചെയ്യുമായിരുന്നു. പൂഞ്ഞാറിലോ പാലയിലോ തിരുവല്ലയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ ഒക്കെ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു BJP-യുടെ MLA ജയിക്കുമായിരുന്നു. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ
അവർക്ക് വളരെ എളുപ്പത്തിൽ നരേന്ദ്രമോദിയോടോ മറ്റ് ബന്ധപ്പെട്ട മന്ത്രിമാരോടൊക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു, കൂടിക്കാഴ്ചയ്ക്കൊക്കെ പറ്റുമായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഇവരാരെങ്കിലും അതിനുള്ള അവസരം ഇവർക്ക് ഒരുക്കി കൊടുക്കുമെന്ന്. കാരണം വിലപേശാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം പറയാനോ ഇവരെ സമീപിക്കാനുള്ള യാതൊന്നും ഇപ്പോൾ അവരുടെ കയ്യിലില്ല. അവർക്ക് ഒരു അവകാശവാദവും ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയി. അവരിന്ന് ചെയ്യേണ്ടത് ഈ പി.ഡി. സതീശൻ 10 മിനിറ്റ് പറഞ്ഞല്ലോ, അങ്ങോട്ട് ചെല്ല് വി.ഡി. സതീശൻ്റെ അടുക്കലോട്ട് ചെല്ല്, അതിൽ ഇപ്പം തന്നെ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരും. ഉള്ളൊരു കാര്യം കൂടെ പറയട്ടെ, വി.ഡി. സതീശനെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ പിണറായിയാണോ ഇയാളുടെ മനസ്സിൽ നിന്ന്? പിണറായിക്ക് അത് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പിണറായി ഇപ്പോൾ തുന്നം പാടി അവരുടെ പാർട്ടി 36 സീറ്റിലേക്ക് ഒതുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് പിണറായിക്കെതിരെ അവിടുന്ന് ഇവിടുന്നും അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർ സ്വരങ്ങൾ ഉയർന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷവും മുഖ്യമന്ത്രിയായിട്ടിരുന്ന പിണറായിക്കെതിരെ ആ പാർട്ടിയിൽ നിന്ന് ഒരു എതിർ സ്വരം പോലും വന്നിട്ടില്ല. പാർട്ടിയെ കൂടി മുഴുവൻ കൈപ്പിടിയിലാക്കിയാണ് പിണറായി ഭരിച്ചത്. അതിനാൽ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിയോട് മാത്രം പിണറായിക്ക് എതിർത്താൽ മതിയായിരുന്നു. അവർ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കേസുമായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ്റെ കാര്യം അങ്ങനെയല്ല. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിവസം തന്നെ അദ്ദേഹം മുഴുവൻ പേരും പറഞ്ഞു എന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ആദ്യം അതിനെ വിമർശിച്ചുകൊണ്ട് വന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എം.എൽ.എമാരും. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ തീരുമാനത്തിലും അതിൻ്റെ ശരിയും തെറ്റും തലനാഴ കീറി പരിശോധിച്ച് വിമർശിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, അതായത് ആ പാർട്ടിയിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ കഴിഞ്ഞ തവണ പിണറായിക്കില്ലാത്ത ഒരു പിണറായി നേരിടാത്ത ഒരു കാര്യം കൂടെ വി.ഡി. സതീശൻ ഇത്തവണ നേരിടണം. അത് നിയമസഭയിൽ 3 BJP MLA-മാർ കൂടി ഉണ്ട് എന്നാണ്. ഇത്തവണ ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് ഒരു പരിപാടി നടത്തില്ല. ഒരുപക്ഷെ ബില്ലുകളും മറ്റും പാസ്സാക്കി എടുക്കാൻ പറ്റും, പക്ഷേ വിയോജിപ്പോട് കൂടി മാത്രമേ പറ്റൂ. അത് ജനങ്ങൾ അറിയുകയും ചെയ്യും. അതിനാൽ ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സുഖമായിട്ട് ഭരിച്ചു പോകാം, ഇത്രയും ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. ആദ്യം അദ്ദേഹത്തിന് നേരിടേണ്ടത് ആ പാർട്ടിയിലുള്ള മറ്റാളുകളെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ഇപ്പോൾ CPM CPI അവരൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ആ കൂട്ടത്തിൽ BJP-യുടെ 3 MLA-മാർ കൂടി. സാധാരണ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് പുതിയ മുഖ്യമന്ത്രി ബഹിരാകാശത്തേക്കൊക്കെ പോകുന്നത്. പക്ഷേ വി.ഡി. സതീശൻ്റെ കാര്യം പറഞ്ഞാൽ 6 മാസമൊന്നും വേണ്ടി വരില്ല. 6 ആഴ്ച കൊണ്ട് തന്നെ ആ മനുഷ്യൻ ബഹിരാകാശത്തേട്ട് പോകും. എന്താണ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി തൊലിഞ്ഞ PR വർക്കും കൂടെയാണ്. ഉള്ള കാര്യം പറയാമല്ലോ, അത്രയും മോശം PR വർക്കാണ് ആ മനുഷ്യന് വേണ്ടി ചെയ്യുന്നത്. വീട്ടമ്മയെ കണ്ടു കെട്ടിപ്പിടിക്കുന്ന ഒരു സന്തോഷം പങ്കുവെക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിലേക്ക് മറഞ്ഞൊരു പയ്യൻ കയറി വരുമ്പോൾ അവനെ എന്തോ ചീത്ത വിളിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മറഞ്ഞ് നിൽക്കരുത് എന്ന തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്ന വീഡിയോ മറ്റൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ BJP-യും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഭരണപരമായിട്ടുള്ള പരാജയം കൂടിയാകുമ്പോൾ വി.ഡി. സതീശൻ്റെ കാര്യം കോഞ്ഞാട്ടയാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.